നമസ്കാരം. ഓഡു ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ യൂസ് കേസാണ്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളത് കൺസ്യൂമറായിട്ട് മാർക്ക് ചെയ്തു, പ്രൊഡക്റ്റ് ടൈപ്പ്. ഓക്കെ, നമ്മളെ പർച്ചേസിങ്ങും റിസീപ്റ്റും ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്കത് ഇത് കൺസ്യൂമറല്ല സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ടൈപ്പ് നമ്മളെ അക്കൗണ്ട്സ് എൻട്രി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ സെനാരിയോയാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനൊരു പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുന്നു, ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് ഞാനൊരു ക്യൂവർട്ടി എന്നുള്ള പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ട്രാക്കിങ് ഞാൻ ഫാൾസാണ് കൊടുക്കുന്നത്, മീൻസ് അത് കൺസ്യൂമറായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഫാൾസ് ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഇവിടെ സ്റ്റോറബിൾ മീൻസ് ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്റ്റോറബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ട്രാക്കിങ് കൊടുക്കുന്നില്ല, കൺസ്യൂമറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഞാൻ കാറ്റഗറി സെലക്ട് ചെയ്തു. ഈ കാറ്റഗറിയിൽ ഞാൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് മെത്തേഡ് ആവറേജ് ആണ്. അതുപോലെ ഇൻവെൻറ്ററി വാല്യുവേഷനും ഇൻവോയ്സ് ലെവലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൺസ്യൂമറായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ആയതിനാൽ അതിൻ്റെ അക്കൗണ്ട് എൻട്രി ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, COGS ആണ് ബുക്ക് ആവുന്നത്. അത് ഇൻവോയ്സിങ് ടൈമിൽ എന്ത് ചെയ്യും, ഇൻകം ആയിട്ട് അത് ബുക്കാവും ചെയ്യും. ഞാനൊരു എക്സിസ്റ്റിംഗ് ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്യുന്നു. ക്യൂവർട്ടി എന്നുള്ള നമ്മളെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നു. 10 ക്വാണ്ടിറ്റി ഞാൻ കൊടുക്കുന്നു, 100. ഓക്കെ, പ്രൈസ് കൊടുത്തു. ഞാൻ ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ടാക്സ് ഒക്കെ ഒഴിവാക്കുന്നു. കൺഫേം ചെയ്യുന്നു ഓർഡർ. അതിനുശേഷം റിസീവ് ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്തു. ഓക്കെ, വാലിഡേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഡേറ്റ് കൊടുത്തു, കൺഫേം ചെയ്യുന്നു. ഇപ്പം നമുക്ക് JV ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് നമുക്ക് എന്ത് ചെയ്ത് ഡെബിറ്റ് ആയിരിക്കുന്നത്, അതുപോലെ അക്കൗണ്ട് പേയബിൾ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ വീണ്ടും ആ പ്രൊഡക്റ്റിലോട്ട് പോകുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ക്യൂവർട്ടി ആണ്. ഓക്കെ, അതെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്, 10 ക്വാണ്ടിറ്റി. പക്ഷേ സ്റ്റോക്കൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പ്രൊഡക്റ്റ് സ്റ്റോറബിൾ ആകുമ്പോൾ അക്കൗണ്ട് എൻട്രി ഡിഫറെൻ്റ് ഉണ്ട്. ഓക്കെ, ഇനി ശരിക്കും അത് സ്റ്റോറബിൾ ആകുമ്പോൾ എന്ത് ചെയ്യണം, അത് ഇൻവെൻട്രി വാല്യുവേഷൻ ആണ് ഡെബിറ്റ് ആയി വരേണ്ടത്. ഇവിടെ എന്ത് വന്നത്, COGS ആണ് ഇവിടെ ഡെബിറ്റ് ആയിട്ട് വന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇൻവെൻട്രി സ്റ്റോർ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്കത് ആക്ച്വലായിട്ട് നമുക്ക് ഇൻവെൻട്രി വാല്യുവേഷൻ ആണ് ഡെബിറ്റ് വരേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഓട് 90 പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് പ്രൊഡക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ മുന്നത്തെ 18 നമുക്ക് എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റ് ആർക്കൈവ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇപ്പം ഞാനത് ക്വാണ്ടിറ്റി ലെവൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യണം, നമ്മൾ ക്വാണ്ടിറ്റി ഓൺ ഹാൻഡിൽ മീൻസ് ട്രാക്കിംഗ് എനേബിൾ ചെയ്യണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒന്നുകൂടി അതിനുശേഷം നമ്മൾ അക്കൗണ്ട് എൻട്രി ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റിവ്യൂവിൽ ഇൻവെൻട്രി വാല്യുവേഷൻ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാം 0 ആണ് കാണിക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെൻട്രിയിൽ പോയിട്ട് ഇൻവെൻട്രി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് എത്രയാണോ പർച്ചേസ് ചെയ്ത്, ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തുള്ളൂ 10 ക്വാണ്ടിറ്റി. ചിലപ്പോൾ ഇതിൻ്റെ എഗൻസ്റ്റ് നമ്മൾ 2-3 പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യണം. ഇപ്പോൾ ന്യൂ ഒന്ന് കൊടുത്തു. ഇപ്പോൾ ക്യൂവർട്ടി എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, അതിന് ശേഷം ഞാൻ 10 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ഓക്കെ, സേവ് ചെയ്തു. ഓക്കെ, അതിനുശേഷം അപ്ലൈ ചെയ്തു. ഞാൻ ഇന്നത്തെ ഡേറ്റ് കൊടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ 1 ജൂലൈ കൊടുത്തു, അപ്ഡേറ്റ് ക്വാണ്ടിറ്റി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റ് മാസ്റ്ററിൽ പോകുന്നു, പ്രൊഡക്റ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ക്വാണ്ടിറ്റി അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അതിൻ്റെ വാല്യുവേഷനും വന്നിട്ടുണ്ടാവും. ഓക്കെ, 10x100 അങ്ങനെയാണ് വാല്യുവേഷൻ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമുക്കത് വാല്യുവേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അക്കൗണ്ടിങ്ങിൽ ഇൻവെൻട്രി വാല്യുവേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടോ,
ഇപ്പോൾ നമ്മൾ ഇൻവെന്ററി വാല്യൂഷൻ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റാണ് ചെയ്തത്. നമുക്ക് സ്റ്റോക്ക് ഇൻകമ്മിങ് വന്നിട്ടുണ്ട് 1000. ഓക്കെ, അതുപോലെ ഇൻവെന്ററി വാല്യൂഷനും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ബില്ല് നമുക്ക് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് ഈ ടാബ്. എൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ COGS നോക്ക് ഓഫ് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ടാബ്. ഓക്കെ, സെയിമിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്, വെണ്ടറിൻ്റെ ബില്ലും ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, വെണ്ടർ ബില്ല് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ COGS ക്രെഡിറ്റ് ആണ്, പേയബിൾ ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഇൻകമ്മിങ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എൻട്രി നമുക്ക് മാറ്റണം. അതിനുവേണ്ടി ഇവിടെ ജനറേറ്റ് എൻട്രി എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ സ്റ്റോക്ക് ഇൻകമ്മിങ് എന്നുണ്ടല്ലോ, അതിൻ്റെ പകരം ഞാൻ കോസ്റ്റ് ഓഫ് ആ സെയിം അക്കൗണ്ട് കൊടുക്കുന്നു. ഓക്കെ, 50010 ആ അക്കൗണ്ട് തന്നെ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇത് കൊടുത്ത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, ഇൻവെൻട്രി വാല്യൂഷൻ നമുക്ക് ഡെബിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആ ബില്ല് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കോസ്റ്റ് ഓഫ് ഇവിടെ ഡെബിറ്റ് ആണ്, അത് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്ക് ഓഫ് ആയി ഓൾറെഡി. ഓക്കെ, ഇനി ഞാൻ ഈ എൻട്രി പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് പോസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് 1000 ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിൻ്റെ വാല്യൂഷനിലോട്ട് പോകുന്നു, ഇൻവെൻട്രി വാല്യൂഷനിലോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് നേരത്തെ സ്റ്റോക്ക് വേരിയേഷൻ പറയുന്നത് വാല്യൂ ഉണ്ടായിരുന്നു, അത് നോക്ക് ഓഫ് ആയിട്ട് 0 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇൻവെൻട്രി വാല്യൂഷനിൽ നമ്മുടെ 1000 ഇവിടെ ബുക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അതേപോലെ തന്നെ നമ്മളെ ബാലൻസ് ഷീറ്റും ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യുമ്പോഴും കറണ്ട് അസറ്റിലെ ഓക്കെ ഇൻവെൻട്രി വാല്യൂഷൻ നമുക്ക് ഇവിടെ വാല്യൂ വന്നിട്ടുണ്ട്. സെയിമിലേക്ക് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ലോസും ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് റവന്യൂ ഇതെല്ലാം 0 ആയിട്ടുണ്ട്. കണ്ടോ, COGS ഇവിടെ ഉണ്ടായിരുന്നു, അത് 0 ആയിട്ടുണ്ട് നേരത്തെ. ഓക്കെ, നേരത്തെ COGSലായിരുന്നു വാല്യൂ ഉണ്ടായിരുന്നത്, നോക്ക് ഓഫ് ആയിട്ട് 0 ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് എൻട്രി മാറ്റുക. ഓക്കെ, ഇനിയൊരു പുതിയൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് നമ്മൾ സ്റ്റോറബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബില്ല് ചെയ്യുമ്പോൾ തന്നെ ഇൻവെൻട്രി വാല്യൂവേഷനിലാണ് വരേണ്ടത്. നേരത്തെ COGS ആണ് വന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സെയിം പ്രൊഡക്റ്റ് തന്നെ ചൂസ് ചെയ്യുന്നു, QWERTY ചൂസ് ചെയ്തു, സെയിം ക്വാണ്ടിറ്റി തന്നെ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് 100 കൊടുത്തു, ടാക്സ് ഒഴിവാക്കുന്നു, കൺഫേം ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു, പ്രൊഡക്റ്റ് വാലിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, കൺഫേം ചെയ്തു. ഇപ്പോൾ നമുക്ക് JV ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും ഇൻവെൻട്രി വാല്യൂവേഷൻ ആണ് വന്നത്. അപ്പം നമുക്ക് സ്റ്റോറബിൾ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് നേരത്തെ വന്നത് COGS ആണ്. ഇപ്പോൾ ഇത് കറക്റ്റ് എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്